എല്ലാ മണ്ഡലങ്ങളിലും നമ്മുടെ റിപ്പോർട്ടേഴ്സ്, നമ്മുടെ സ്ഥാനാർത്ഥികൾ പിന്നാലെയുണ്ട്. ഓരോരുത്തരും എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, എന്തൊക്കെയാണ് പ്രചാരണ വട്ടങ്ങൾ, ഇതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്, അത് ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ കണ്ടതും കേട്ടതുമായ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. വിജയകുമാർ, കണ്ടതും കേട്ടതും. നമുക്കറിയാം, ഓരോ സ്ഥാനാർത്ഥിക്കും പാർട്ടി ചിഹ്നം നൽകും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിനപ്പുറം ചില പ്രത്യേക അടയാളങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത് എയർ പ്യൂരിഫയറും മാഗ്നറ്റിക് കണ്ണടയുമാണ്. പെൻസിലാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരടയാളം. പന്ന്യൻ രവീന്ദ്രന്റെ കയ്യിലെ ടൈറ്റൻ വാച്ചിനുമുണ്ട് ഒരു കഥ പറയാൻ. വിശ്വപൗരനായ ശശി തരൂർ ലുക്കിൽ എപ്പോഴും വ്യത്യസ്തനാണ്. സ്റ്റൈലിഷ് മുടിയും ജുബ്ബയും പണ്ട് തൊട്ടേയുണ്ട്. പക്ഷേ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കഴുത്തിൽ രണ്ടു കാര്യങ്ങൾ. ഒന്ന് ദാ ഇങ്ങനെ ഇട്ടിരിക്കുന്ന മാഗ്നറ്റിക് കണ്ണട. മറവിക്കുള്ള ശശി തരൂരിന്റെ പ്രതിവിധിയാണിത്. ഇക്കാണുന്നത് മൊബൈൽ ഫോണാണോ എന്ന് സംശയിച്ചവരുണ്ട്. പക്ഷേ അല്ല. സംഭവം ഡൽഹി ജീവിതത്തിനിടയിൽ 4 വർഷം മുൻപ് ഒപ്പം കൂട്ടിയതാണ്. ചുറ്റുമുള്ള വായുവിനെ വൃത്തിയാക്കാനുള്ള എയർ പ്യൂരിഫയർ. ഡൽഹിയിൽ പ്രത്യേകിച്ച് അവിടുത്തെ കാറ്റൊക്കെ നന്നല്ലല്ലോ, വല്ല PM5 പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ. അതിനൊക്കെ കട്ട് ചെയ്യാനും അതിൻ്റെ ഒപ്പം ചില വൈറസുകളും കൂടി ഇതിനെ കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതേ കൂടി നെഗറ്റീവ് അയൺസ് അടിച്ചു വരും. തിരഞ്ഞെടുപ്പ് ഗോതയിൽ ആദ്യമായി എത്തിയ രാജീവ് ചന്ദ്രശേഖർ വ്യത്യസ്തനാകുന്നത് ഈ പെൻസിൽ കൊണ്ടാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പോക്കറ്റിലെ നിത്യസാന്നിധ്യമാണ് പെൻസിൽ. വോട്ട് പിടുത്തത്തിനിടയിൽ പ്രശ്നങ്ങൾ കുറിക്കുന്നതും പെൻസിൽ കൊണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയും, ഈ പെന്ന് ഉപയോഗിച്ചിട്ട് മറന്നിട്ട് ഇങ്ങനെ ലൂസാവുമ്പോൾ ഞാൻ പെൻസിൽ കൊണ്ടാണ് എല്ലാം എഴുതുന്നത്. അപ്പോൾ ഒരു പെൻസിൽ എപ്പോഴും എൻ്റെ പോക്കറ്റിലുണ്ടാവും. അത് എവിടെ പോയാലും ഞാനൊരു പെൻസിൽ വയ്ക്കും. ആഡംബരങ്ങളോട് താല്പര്യമില്ലാത്ത പന്നീനും ലുക്കിൽ വ്യത്യസ്തനാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് പുലിക്കോടൻ SIയെ വെല്ലുവിളിച്ച് വളർത്തി തുടങ്ങിയ നീളൻ മുടി. കളർ ഷർട്ട് ഒഴിവാക്കിയത് തന്നെ വരുമാനമില്ലാത്തതിനാൽ വർഷങ്ങളായി ധരിക്കുന്നത് 499 രൂപയുടെ ബാറ്റ ചെരുപ്പ്. സമ്മാനമായി കിട്ടിയ സ്വർണ്ണ നിറത്തിലുള്ള വാച്ച് ഒഴിവാക്കി ടൈറ്റാൻ വാച്ചിലേക്ക് എത്തിയതിന് പിന്നിൽ സാക്ഷാൽ വെളിയം ഭാർഗവൻ. അദ്ദേഹം പറഞ്ഞു, സ്വർണത്തിൻ്റെ വാച്ച് കിട്ടിയിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നല്ലേ. അതെനിക്കൊരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അത് അപ്പോഴെനിക്ക് തോന്നി, ആശാൻ പറഞ്ഞ ആ വാക്ക് ഒരു കരുതലാണ്. അതിനുശേഷം ഞാൻ ആ വാച്ച് കെട്ടിയിട്ടില്ല, അത് പഴിച്ചു വെച്ച് ഇപ്പോഴും ഈ വാച്ചാണ് ഉപയോഗിക്കുന്നത്. ഷഫീദ് റൗത്തർ, 24 തിരുവനന്തപുരം. ഷഫീദിന്റെ ആ സ്റ്റോറി പൊളിയായിരുന്നു. അതെ, അത് എന്താണ് ഇത് കാലങ്ങളായി പല നേതാക്കൾക്കും അത്തരം ചില പൊതുചിഹ്നങ്ങളുണ്ട്. ഇപ്പൊ ലീഡറുടെ കുർത്ത അല്ലെ, അദ്ദേഹത്തിന്റെ ജുബ്ബ അല്ലെ, ആ ജുബ്ബ എക്കാലത്തും ചർച്ചയാണ്. ലീഡർ ജുബ്ബ എന്ന് എനിക്ക് തോന്നുന്നു ഖാദി ആ തരത്തിലൊരു ജുബ്ബ തന്നെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടോ ലീഡർ എന്ന് അല്ലേ. അല്ല, അതെ, അതിനേക്കാൾ മുന്നേ ഈ നെഹ്റു തൊപ്പി ഓർമ്മയില്ലേ? അങ്ങനെ ഓരോ കാലത്തും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് വസ്ത്രങ്ങളായാലും ആക്സസറീസ് ആണെങ്കിലും അതൊക്കെ വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത്. ഇനിയുള്ള കാലങ്ങളിൽ അത് കൂടും തീർച്ചയായിട്ടും.